കുളിക്കാനും കപ്പസിപ്പാനും ഒരു കപ്പ്. അപ്പൊ അക്ക പറഞ്ഞ് ഒന്നതാ കിടക്കും. സ്വാഗതം. അച്ഛൻ അവിടെ നിൽക്കാണ്, ഫോട്ടോ വന്നോട്ടിരിക്കുകയാണ്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, അച്ഛൻ പുറകില് ക്യാമറമാൻ. അപ്പോൾ നമ്മൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. രാവിലെ സമയം എത്ര മണിയായി? 4:30. നാഗുന്നേരി ഇറങ്ങിയിട്ട് തിശ്ശേംവില്ലേ പോകണം. അവിടെ നിന്ന് നമുക്ക് വൈദ്യനെ കാണണം. വൈദ്യനെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരുച്ചെന്തൂർ പോകണം. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോകണം. അതാണ് ഇന്നത്തെ യാത്ര. മൂത്രവഴി തീറ്റി ഹിറ്റടക്കം. ജ്യോതിക്ക് തണുക്കുന്ന ജ്യോതി തണുക്കുന്ന മഞ്ഞ് പെയ്യുന്ന ഇതൊരു കളോടാ പറയുന്നത്. മഞ്ഞ് മഴ തള്ളല്ല, തള്ളു മറക്കുകയാണ്. ഉറങ്ങുന്നേ കോഫിയും ചായ ഒന്നും വരുന്നില്ല ബസ്സിന്. ചായ കുടിക്കാനാ? ചായ വീട്ടിൽ നിന്ന് കുടിച്ചാൽ പോരെ? അതിങ്ങനെ മലയിങ്ങനെ അങ്ങ് വയ്ക്കാന്ന്. ആ മൊത്തം മൂടൽ മഞ്ഞ് ബസ് കണ്ട ദൂരെ ഉണ്ട്. അടിപൊളി. പുതിയ കൃഷി ഇറക്കാനായിട്ട് മൊത്തം ഉഴുതിട്ടേക്കാണ്. അതായത് ട്രാക്ടർ വെച്ച് മണ്ണിളക്കി ഇട്ടേക്കുന്നു. ഇനിയുള്ള സ്റ്റോപ്പായി. ഇനി ട്രെയിൻ വരാനുണ്ട്, അതാണ് പിടിച്ചിട്ടേക്കുന്നവർ. കാപ്പേ നാഗർകോവിൽ ജംഗ്ഷനത്തെ വരും, പ്രധാനം വരും. ഇപ്പം നമ്മൾ വാസുക്കുട്ടൻ അവർ ഇടിക്കുന്നുണ്ട്. ആ വന്നേ കാപ്പേ പോരിയേ പൊങ്കൽ വട പോരിയേ. ഇഡ്ഡലിയുടെ പൊങ്കൽ വട പോരിയേ. വസു കുറേ നേരം വിശക്കുന്നു പോകണം. അയ്യോ വാ വന്നേ. വസുന് സന്തോഷം കണ്ടില്ലേ? 4 മണിക്ക് അപ്പോഴോട്ട് തീറ്റ തുടങ്ങി. ഓറഞ്ച്, പൈനാപ്പിള്, ബിസ്ക്കറ്റ്. എന്താ വീട്ടിൽ കൊണ്ടുപോകണം. ഒരു പൊങ്കൽ എനിക്കെന്താണ്? ഇഡ്ഡലി വട വരണം. ഒന്ന് പോതുമാ. അപ്പം നമ്മൾ പൊങ്കൽ വട കഴിക്കുന്നു. വസുക്കുട്ടൻ പൂരി കഴിക്കുന്നു. പൂരി കഴിച്ചാ ഗോതി? എങ്ങനെ ഭക്ഷണം കൊള്ളാമോ? കുഴപ്പമില്ലേ? വാസുക്ക് നല്ല ഉറക്കം. ആള് നല്ല ഉറക്കം. വീട്ടിലാണെങ്കിൽ ഉറങ്ങില്ല. നമ്മുടെ വാസിക്കുട്ടി ഉറക്കം എണിച്ചോ? ആഹാരം കഴിക്കുന്നു. എന്താ എന്നാച്ച്? തൊപ്പി മാറ്റണോ? പതുക്കെ. ഓഹോ, മൊത്തം തെറിപ്പിച്ചോടെ. മേളിൽ കയറണോ? എനക്കന്നൊന്ന് മേടിക്കാടി. തറ ഇറങ്ങ ബസ് നിരി. ഓ നെറ്റി ഇടിച്ച്. കണ്ണെന്തി
പാച്ചിക്കിടെ കണ്ണെന്തേ അല്ലെന്തേ ടാറ്റ പറ. കൊതുവിനടിച്ചാണ് കൊതു കൂത്തു കൂത്തു കൂത്തു. എന്തൊരു കാണുന്നില്ല എല്ലാരും കൂടെ. അതിപ്പോഴും തട്ടിത്തരും. ട്രെയിൻ വളഞ്ഞ് എഞ്ചിൻ അങ്ങ് കാണാനല്ലേ. എൻ്റെ ഫോൺ പോയേ. ഹായ്. അങ്ങനെ നമ്മൾ നാഗൂർ ഏരിയയിൽ നിന്ന് ബസ്സിൽ കയറി വിഷയമിലേക്ക് പോവുകയാണ്. 30 കിലോമീറ്റർ ബസ് യാത്ര. 30 കിലോമീറ്റർ ബസ് യാത്ര. ബസ്സിന് ക്ഷീണം. 4:30 മണിയായിട്ട് തിന്നാൻ തുടങ്ങിയതാണ്. പൈനാപ്പിൾ, ഏത്തപ്പഴം, ഓറഞ്ച്, പൂരി മസാല, പൂരി മസാല, പിന്നെ വട, വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പൈനാപ്പിൾ, അയർ നിറച്ച്. എപ്പോഴാണ് പുറത്തു വരുന്നത് എല്ലാം കൂടെ അടിച്ച് കലക്കി. ജ്യോതി ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? തിശയംവില്ലേ മാർക്കറ്റാ? അല്ല ഫ്രഷ്, അല്ല അടിപൊളി മലക്കറി അല്ലേ? എല്ലാം ഫ്രഷ് ഐറ്റംസ് കാണാം. വസുവിനെ കണ്ടിന്യൂസ് തിന്നുകൊണ്ടിരിക്കുകയാണ്. നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം. 2 കരിമ്പ് ജ്യൂസ്. കരഞ്ഞും ബഹളം പറഞ്ഞു. എല്ലാ വാസുകി കൊഞ്ചം വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി അല്ലേ? വാസി ഉറക്കം വന്നിട്ട് ഉറക്കത്തിൻ്റെ. അപ്പം കരിമ്പും ജ്യൂസ് കുടിക്കാൻ നിർത്തിയതാണ് വണ്ടി. 2 കരിമ്പും ജ്യൂസും ഇച്ചിരി ഐസ് പോട്ട് കുടിക്കാം. ഈച്ചയൊക്കെ ഓടുന്നില്ല കരിമ്പ് ജ്യൂസ് കൊടുക്കണേ. എങ്ങനെയുണ്ട്? അത് കൊള്ളാമടാ. വണ്ടി ഒതുങ്ങിയില്ല മോനെ. കൊടു ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തിരുച്ചെന്തൂര് എത്തി അല്ലേ? തിരുച്ചെന്തൂർ എത്തിയിട്ട് അമ്പലത്തിൽ പോകാൻ വീണ്ടും വേറൊരു ബസ്സിൽ കയറി. 10 രൂപ ടിക്കറ്റാണ്. ഇവിടെ നിന്ന് അടുത്താണ്. ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ വയ്യ. എല്ലാവരും കൂടെ ഭയങ്കര ബഹളം. വെള്ളരിക്ക മാങ്ങ വേണ്ട. വെള്ളരിക്ക മാങ്ങ വീഡിയോ പോടുന്ന ആയണ്ണ. തിരുച്ചെന്തൂർ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങി അന്തവും ഇല്ല കുന്തവും ഇല്ലാതെ നിൽക്കുകയാണ്. അല്ലേ വാസു? ഒരു കടാപ്പുറത്ത് നിൽക്കുകയാണ്. എന്താണ് സംഭവം നോക്കാം. വാസുകി അന്തം പിടിക്കും എന്താ സംഭവം എന്ന് അറിയാൻ. തിശയം വില്ലയിൽ നിന്ന് 40 രൂപ ഒരാൾക്ക്. 2 മണിക്കൂർ. പിന്നെ അവിടെ തിരുച്ചെന്തൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 10 രൂപ എടുത്തിട്ട് ലോക്കൽ ബസ് ഇറങ്ങി. അത് 5 മിനിറ്റ് കൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട് എത്തിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഇവിടെ മൊത്തം ക്ഷേത്രത്തിൻ്റെ വകയാണ് കേട്ടോ ഈ റൂമുകളൊക്കെ. വന്ന് ഇറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ട്. ജനപ്രളയം അല്ലേ? നമ്മൾ ഇറങ്ങിയിട്ട് ആദ്യം കണ്ട ലോജിൽ തന്നെ കയറി. ആകെ ഒരു റൂം ഉണ്ടായിരുന്നുള്ളൂ. 800 രൂപ വാടക അല്ലേ? റൂമൊന്ന് കാണിക്കാം. റൂം നോക്ക്. റൂം വലിയ കുഴപ്പമില്ല അല്ലേ? 24 മണിക്കൂറിന് 800 രൂപ ഉള്ളൂ. 1 മണിക്കൂർ ആയാലും 800. അസോ റൂം കൊള്ളാമോ? എ സി ഒക്കെ ഉണ്ട്. പക്ഷേ എ സിക്ക് എക്സ്ട്രാ പൈസ മേടിക്കുമായിരിക്കും അവർ. 2 ബെഡ്, വാഷ് ബേസിൻ, മറ്റേ ക്ലോസറ്റ്, ഇന്ത്യൻ ക്ലോസറ്റ്. കപ്പ് ഒന്നേ ഉള്ളൂ കേട്ടോ. കപ്പ് എനിക്കതാ ഒന്ന് താ കിടക്കുമെന്ന്. അത് ജ്യോതിക്ക് വിഷമം അല്ലേ? അപ്പോഴത്തിൽ നമുക്ക് പോകണം. ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ പോവാം. ഓക്കെ. ക്ഷീണം ഉണ്ടെന്ന് ഉറങ്ങിയിട്ടൊക്കെ പോവാം. ഫ്രഷായിട്ട് 6 മണിക്ക് മുട്ട അടിക്കുന്നത് അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ അമ്പലം 9 മണി. നാളെ രാവിലെ അടിച്ചാലും മതി. നാളെ രാവിലെ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം നമുക്ക്.